വെയിൽ വന്നാൽ മാത്രം മാളത്തിന് പുറത്തിറങ്ങുന്ന ജീവികളെ പറ്റി അറിയാമോ? അറിയത്തില്ല എന്നാ നിങ്ങളുടെ ഉത്തരവെങ്കിൽ ഞങ്ങളെ നോക്കിയാൽ മതി. ഞങ്ങൾ അതിലൊരാളാണ്. പണ്ട് നാട്ടിൽ നിൽക്കുമ്പോൾ നശിച്ച വെയിൽ എന്ന് പറഞ്ഞതുകൊണ്ടാകാം ഇന്ന് അവനെ കാണാൻ മാസങ്ങളോളം നമ്മൾ കാത്തിരിക്കണം. കർമ്മയുടെ ഓരോ കളിയേ. UK വെയിൽ ജാവ പോലെയാ. സിമ്പിളും പവർഫുള്ളുമാണ്. കാണുമ്പോൾ ആഹാ അന്തസ് എന്നൊക്കെ തോന്നുമെങ്കിലും ജാക്കറ്റ് മുഖ്യം പിക്കിലേ. 8 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. കാലാവസ്ഥാ തടവറയിൽ വളരുന്ന തമ്പുവിന് പരോൾ പോലെ അനുവദിച്ച് കിട്ടുന്ന കുറച്ചു മാസങ്ങൾ, സ്പ്രിങ്ങും സമ്മറും. ഈ സമയങ്ങളിൽ അവനെപ്പോലെ ഞങ്ങളും പുറത്തിറങ്ങാറുള്ളൂ. കഴിഞ്ഞ 6 മാസം തന്ന ട്രോമയും ഡിപ്രഷനും മാറ്റാൻ നമുക്ക് തരുന്ന വസന്തകാലം. എൻ്റെയും UK കാലാവസ്ഥയുടെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. ഫുള്ള് റെഡ് ഫ്ലാഗ്സാണ്. അതുകൊണ്ടാകാം പുള്ളി ഒരു 6 മാസം എന്നെ ഇട്ട് വട്ടം ചുറ്റിച്ചിട്ട് ഒരു 7ാമത്തെ മാസം എനിക്ക് ഈ പൂക്കളുടെ ബൊക്കയും കൊണ്ട് വരും. അതായത് ഈ വസന്തകാലം. അതൊക്കെ മായ്ച്ച് എൻ്റെ ഡിപ്രഷനൊക്കെ കളഞ്ഞ് ഒരു സന്തോഷം തരും. പക്ഷേ പുള്ളിക്ക് ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള ആളാണ് ഈ കാലാവസ്ഥാ കാമുകൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കാം? പിന്നീട് ഈ കഷ്ടകാലം പിടിച്ചവൻ തല മൊട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്ത പോലെ എൻ്റെ ചില സമയങ്ങൾ. UK ചൈൽഡ് കെയർ ഇത്തിരി പാടാ. UK ജീവിക്കുന്നവർക്കറിയാം. അപ്പം ഞാനുള്ളപ്പോൾ എൻ്റെ ഭർത്താവില്ല, ഭർത്താവുള്ളപ്പോൾ ഞാനില്ല. ഇനി ഞങ്ങൾ 2 പേരും കൂടി വല്ല ആനുവൽ ലീവ് എടുത്ത് വമ്പൻ പ്ലാനിങ് നടത്തി വന്ന പനി, ജലദോഷം, ഛർദി, വയറിളക്കം, അങ്ങനെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളുടെ ഒരു ഘോഷയാത്രയാണ്. അപ്പം എൻ്റെ അപ്പനൊരു കൃഷിക്കാരനായതുകൊണ്ടാകാം ആ തഴം പെന്നിലെന്ന് എഴുതിച്ചത്. പ്രകൃതിയോളം പോകുന്നൊരു വൈദ്യൻ എനിക്ക് വേറെ ഇല്ല. എല്ലാ വേദനയും ക്ഷീണവും ഇങ്ങനെ ഇത്തിരി നേരം വെയിൽ കൊണ്ട് മരങ്ങളെ തൊട്ട് പൂക്കളെ നോക്കി ചിരിച്ചാൽ എൻ്റെ അങ്ങ് മാറും. ഞാനിങ്ങനെ കാവ്യാത്മകമായ ലോകത്ത് പോകുമ്പോൾ അവന്മാരവിടെ എന്തൊക്കെയോ കാണിക്കുന്നു. ചില സമയങ്ങളിൽ എൻ്റെ സ്വകാര്യതയിൽ കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ മിണ്ടാൻ നിൽക്കാൻ കുറച്ച് കഴിയുമ്പം പോകുമായിരിക്കുക എന്നുള്ള നിലപാട് ഞാനങ്ങ് ഉറച്ചു നിൽക്കും. അല്ല പിന്നെ എന്നോടാ കളി. എല്ലായിടത്തും ചിരിയും സന്തോഷവും മാത്രം നിറഞ്ഞാൽ ഭൂമി എത്ര സുന്ദരമാണ്. മത്സരോട്ടങ്ങളില്ലാതെ, യുദ്ധമില്ലാതെ, ആരുടെയും സമാധാനം കളയാതെയുള്ള സുന്ദര ജീവിതം. കണ്ടോ, ഇതാ പറയുന്നത് എന്നെ വെയിൽ കൊള്ളിക്കരുത് എന്ന്. അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കവി ഉണരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അവന്മാരവിടെ ഉണ്ടോയെന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഉണ്ട്, അവിടെ നല്ല രീതിയിൽ കുത്തി മറിയുന്നുണ്ട്. ഈ പൂക്കളും കുട്ടികളും ഒക്കെ ഒരുപോലെയാണ്. അവരുടെ ഭംഗി ഇങ്ങനെ കണ്ട് ആസ്വദിക്കണം. നമുക്ക് തോന്നും ഉമ്മ വെക്കണം എന്നും സ്വന്തമാക്കണം എന്നൊക്കെ. എന്തൊക്കെ തരം തോന്നലുകളാണ് മനുഷ്യന്മാർക്ക്. ശരിക്കും ഇതാണോ ജീവിതം? അതോ നമ്മൾ വെറും പൊട്ടക്കുളത്തിലെ തവളകളാണോ? അറിയത്തില്ല. എന്തായാലും ഈ പ്രപഞ്ചം കടല് പോലെയാന്ന് നമ്മൾ തീരത്ത് നിന്ന് ആസ്വദിക്കാം. ഇനി വേണേൽ കടലിലിറങ്ങി ആസ്വദിക്കാം. എല്ലാവനവൻ്റെ ഇഷ്ടങ്ങളാണ്. അഗാധങ്ങളിൽ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പണ്ട് എൻ്റെ മലയാളം ടീച്ചർ മേരി മാത്യു ടീച്ചർ പറയുമായിരുന്നു. ഇന്നും ഞാനത് മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട്, ടീച്ചറെയും ടീച്ചറിൻ്റെ വാക്കുകളെയും.